ഓണം ഇപ്പൊ ഇവരുടെ ദേശീയോത്സവമാക്കി. എവിടെ നോക്കിയാലും തട്ടുവിട്ട താത്ത കുട്ടികളാണല്ലോ. എന്തായാലും ഇത് കണ്ടതിൽ ഭയങ്കര സന്തോഷം. പിള്ളേരുടെ അടുത്ത് ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ പിള്ളേർ അതേ ചെയ്യും. ഇനിയെങ്കിലും ഓർത്തു വെച്ചു. സുജിത് ജോൺ വർഗീസ്, നിനക്ക് സന്തോഷമായില്ലേ? അത് മതി, നിനക്ക് സന്തോഷമാണ്, അതാണ് വേണ്ടത്. അവിടെ തുള്ളണം, ഓണാഘോഷം കഴിക്കണം, നിനക്ക് സന്തോഷമാണ്. എന്ത് ഇസ്ലാം തകർന്ന് കാണണം, താത്തന്മാർ തുള്ളണം, ഇതിൽ നീ സന്തോഷം. നീ ഏറ്റവും കൂടുതൽ ഈ ചങ്ങായാണ് ഇപ്പോൾ വർഗീയ ഇസ്ലാമിന് ഏറ്റവും തകർന്ന് പൈസ ഉണ്ടാക്കുന്നത്, ഡോളർ ഉണ്ടാക്കുന്നത്. ഇസ്ലാമാണ് അവൻ്റെ മെയിൻ ടാർഗറ്റ്. അപ്പോൾ പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇവന് സന്തോഷം കണ്ട, അതായത് ഇസ്ലാം തകരണം, താത്തന്മാർ ഇതിൽ നിന്ന് പുറത്ത് വരണം. തട്ടം അൽഹംദുലില്ലാ, ഈ താത്തന്മാരൊക്കെ തട്ടം തലയിലുണ്ട് അറ്റ്ലീസ്റ്റ്. അൽഹംദുലില്ലാ, തട്ടം. അതുപോലെ അവരൊക്കെ ഡിസിപ്ലിനോടാണ് അവർ ഡാൻസ് കളിക്കുന്നത്. പിന്നെ അവർ ആ പ്രായത്തിൽ ഡാൻസ് നമ്മളൊക്കെ കളിച്ചതാണ്. ഞാനും ഡാൻസ് കളിച്ചിട്ടുണ്ട് നമ്മൾ യൂത്ത് ബേസിക് കോളേജിൻ്റെ. അത് വലിയ നിരക്കെ കൊള്ളി അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തു വന്ന് വലിയ തെറ്റൊന്നല്ലാന്ന് നീ എന്ത് വിചാരിച്ചു? അവർ ഇസ്ലാം എന്ന് പുറത്തു പോയി, മുസ്ലിം അക്കന്മാർ പറയുന്നത് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഇസ്ലാം അവർ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞത് അവർ കേൾക്കുന്നില്ല, അവർ കൂടുതൽ അങ്ങനെയൊന്നുമല്ല. ഇതേ പെണ്ണുങ്ങളില്ലേ, ഈ തുള്ളിയ പെണ്ണുങ്ങൾ, അവർ നാളെ ഇൻഷാ അള്ളാഹ് അവർ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയക്കുന്ന സ്ത്രീകളായിട്ട് അള്ളാഹു ഹിദായത്ത് അവർക്ക് കൊടുക്കും. എന്നിട്ട് അവർ അന്ന് കോളേജിൽ ഞാൻ തുള്ളിയല്ലോ എന്ന് പറഞ്ഞാൽ അവർ പശ്ചാത്തലം അള്ളാഹോട് തൗബ ചെയ്യും, അള്ളാഹു പുറത്തും കൊടുക്കും. അള്ളാഹ് പറഞ്ഞാൽ അങ്ങനെയാണ്. അല്ല ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞാൽ നരകത്തിൽ കിട്ടുന്ന റബ്ബല്ല, നമ്മളൊരു റബ്ബ് എല്ലാം അല്ല പുറത്തു കൊടുക്കും. അപ്പോൾ അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം, അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. ആ പ്രായത്തിൽ ഞാനും ഡാൻസ് കളിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അവർ കോളേജ് യൂത്ത് ഫെസ്റ്റൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അത് വലിയ കുറ്റമൊന്നുമില്ല. ആ പ്രായത്തിൽ അങ്ങനെ വരുന്നത് അത് കണ്ടിന്യൂ ആവാൻ പാടില്ല. പിന്നെ അതങ്ങനെ കണ്ടിന്യൂറ്റി ആയിട്ട് ശരീര പ്രദർശനം കാണിച്ച് പിന്നെ അന്യപുരുഷൻ്റെ കൂടെ പോകാനും പിന്നെ ഇവർ ഞരമ്പ് രോഗികൾ അവർ ഡാൻസ് നോട്ടമിട്ടിട്ട് ശരീരഭാഗങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് ഡിസിപ്ലിൻ അതിൽ നിന്ന് ഒഴിവാക്കണം ഇസ്ലാം പറയുന്നത്. അവരുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ്. അത് മനസ്സിലാക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, അല്ലാതെ അവരുടെ ദേഷ്യം കൊണ്ടൊന്നുമല്ല. അത് അവർക്ക് പെണ്ണുങ്ങൾക്ക് അറിയാം, മുസ്ലിം സ്ത്രീകൾക്ക്. അപ്പോൾ നീ സന്തോഷിക്കുന്നതിന് നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല അവർ ഡാൻസ് കളിച്ചത്. അല്ല ഇസ്ലാം തകരണമെന്ന ഉദ്ദേശത്തോടല്ല അവർ ഡാൻസ് കളിച്ചത്. അവരുടെ ആ ഒരു പ്രായത്തിൽ ഒരു ആഘോഷമാണ്. അതിനവർ തൗബ ചെയ്താൽ അള്ളാഹു അത് പുറത്തും കൊടുക്കും. മുസ്ലിം സ്ത്രീകൾ മനസ്സിലാക്കുക, ഇത്രയും ട്രോളർമാർക്ക് അല്ലെങ്കിൽ ഇസ്ലാമിനെ തകരണമെന്ന് ഇത്രയും ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ തന്നെ നല്ല രീതിയിൽ ബുർഖയൊക്കെ ധരിച്ച് ഇസ്ലാമിൻ്റെ ആ ഒരു സുന്ദര സന്ദേശം നിങ്ങൾ തന്നെ എന്താ, ഞങ്ങൾ അങ്ങനെ ഇസ്ലാമിനെ കൊച്ചാക്കാനല്ല മുസ്ലിയാക്കന്മാർ പറയുകയാക്കാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ തന്നെ ഇൻഷാ അല്ലാഹ് പറഞ്ഞ് അവർക്കും കൊടുക്കും. അത് വേറെ വിഷയം. ഇതൊന്നും അല്ല, ഈ തുള്ളലൊന്നും അല്ല. ഈ ബുർഖയൊക്കെ ധരിച്ച് ഇവിടുന്ന് പോകുന്നിട്ട് കോളേജിൽ അന്യപുരുഷന്റെ കൂടെ പോകുന്ന ഇത്ര ആൾക്കാർ ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് തടയിടാൻ കഴിയില്ല. ഒരേ ഒരു തടയിടൽ, അത് ഇസ്ലാം മതമാണ്. അതിനനുസരിച്ച് അൽഹംദുലില്ലാ ഇസ്ലാം എൻ്റെ റബ്ബ് എൻ്റെ റസൂലുള്ളാ അങ്ങനെ ഒരു മനസ്സിൽ സ്ത്രീകൾ ദീനി ബോധത്തോടെ ജീവിച്ച പറഞ്ഞത് നമ്മളെ ദാവത്തൊന്നുമല്ല. അത് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ഹിദായത്ത് സന്മാർഗം അള്ളാഹു ഒരു മനസ്സിലിട്ട് കൊടുക്കുമ്പോൾ ആറാമിലേക്കും ഞരമ്പ് രോഗികൾക്കും ഇരയായിട്ട് അതിനൊന്നും അവർ പോകില്ല എന്ന്. അതുകൊണ്ടാണ് ഇസ്ലാം ഇപ്പോൾ ഇവിടെ കേരളത്തെ വിട് യൂറോപ്പികളൊക്കെ പോകും, അവിടെയൊക്കെ തട്ടമിട്ടവർക്ക് എന്ത് ആനന്ദമാണ് അവർ കണ്ടെത്തുന്നത്, എന്ത് സന്തോഷമാണ് അവർ ബുർഖധാരികളായ സ്ത്രീകൾ കാണുന്നത്. അതൊക്കെ വയത് പറഞ്ഞിട്ടല്ല, അത് അവർക്ക് അല്ല ഹിദായത്ത്. ഇതേ തുള്ളിയ സ്ത്രീകൾക്കും അള്ളാഹു നാൾ അതേ ഹിദായത്തും കൊടുക്കും. നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. നമ്മൾ ആരെയും പരസ്യമായി അവഹേളിക്ക് തുള്ളി എന്ന് പറഞ്ഞിട്ട് അവരൊന്നും ഇസ്ലാമിന് പുറത്തും പോകുന്നില്ല. നിങ്ങളിങ്ങനെ രസിച്ചിട്ട് ഞരമ്പ് രോഗികൾക്ക് ഇതുപോലുള്ള ഔറത്ത് കാണിച്ചാൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ ദാവത്ത് ചെയ്യുന്നത്? അങ്ങനെ തുള്ളാൻ പാടില്ല, അങ്ങനെ ശരീരഭാഗം കുലുക്കിയിട്ട് അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ കാണിച്ച് പ്രദർശിപ്പിക്കാൻ പാടില്ല പറയും. എന്നിട്ട് ഞരമ്പ് രോഗികളായ കുറച്ച് ആൾക്കാർ അതേ സ്ത്രീകളെ നോട്ടം വിട്ടിട്ട് അവരെ കിട്ടണം അല്ലെങ്കിൽ അവരെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പിന്നെ അവരെ പിറകെ പോവും, പ്രണയമാവും, പിന്നെ അവരെന്നെ കിട്ടണമെന്ന് കിട്ടിയില്ലെങ്കിൽ കൊലപാതകം, പിന്നെ വീട്ടിൽ കയറി കാമുക, ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു കേൾക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇതുപോലുള്ള ശരീര പ്രദർശനം തുടർന്നുള്ള ഞരമ്പ് രോഗികളും ഉണ്ട് എന്നൊരു ഹിഡൻ അജണ്ട അതിൻ്റെ പിറകിലുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം താഴെ വേറൊന്നും സ്ത്രീകൾ മോശമായതും അല്ലാതെ സ്ത്രീകളെ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ അതൊക്കെ കൊണ്ടാണ് ഇസ്ലാം. ഇതൊക്കെ നമ്മളെ സുരക്ഷിതത്തിന് വേണ്ടിയാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ വരുന്നത്.